എന്റെ കയ്യിലതാ എങ്ങനെയുണ്ടേ തിന്നൊക്കെ രസമുണ്ടോ വിചാരിച്ച ടേസ്റ്റ് ഒക്കെ ഉണ്ടോ അവിടെ ഇങ്ങനെയായിരുന്നു അടുത്തരാം പിസ്താച്ചോ സമയം രാവിലെ 8:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉറങ്ങാതെ മാറ്റി ഡ്രസ്സ് ചെയ്ത് ഉറക്കഭ്രാന്തിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തിനറിയോ ഈദ് ഷോപ്പിംഗ് നടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഈദ് ഷോപ്പിങ്ങും ഈദിൻ്റെ വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ മോള് വന്ന തിരക്കിലും കൂടെ ഒക്കെ ആയിട്ട് നോമ്പ് 29-നാണ് നമ്മൾ ഈദ് ഷോപ്പിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. മോള് വരട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇത്തിരി ലേറ്റായി. അപ്പം എല്ലാം കൂടെ ജഗബുകയായിരുന്നു കേട്ടോ. നമ്മൾ ഈദിൻ്റെ അന്നും പിന്നെ അന്നത്തെ എല്ലാം കൂടി മൊത്തത്തിൽ എന്താ പറയുക ബിസിയായി, ഒന്നിനും ഒരു സമയം കിട്ടാതായി, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് ഉറക്കമൊക്കെ ഒഴിച്ചിട്ട് തന്നെ നമുക്കൊന്ന് പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് നമ്മളത് റെഡിയായി. നമ്മൾ ഷോബ്രിയിലാണ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സും ഒക്കെ എല്ലാവർക്കും ഇവിടുന്ന് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ക്ലോസിങ് ടൈമായി. 10 മണിക്ക് ഇവിടെ ക്ലോസ് ആയിട്ടാ. ജസ്റ്റ് മോളത്തൊക്കെ ഒന്ന് നോക്കാനേ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. ഒരുവിധം മോൾക്ക് കാണിച്ചു കൊടുക്കണമെന്നൊന്നും ആൾക്ക് പറ്റുന്നില്ല കേട്ടോ. നോക്കട്ടെ പൂമ്പാറ്റ നോക്കാം. ഇത് ഭയങ്കര ഭംഗിയുണ്ടടാ, നല്ല ഭംഗിയുണ്ട്. ഒന്ന് വാങ്ങണേ അതിലെനിക്ക് ഒന്ന് വാങ്ങണേ. ഫസ്റ്റ് നമ്മൾ ഇവിടെ മണിക്കൂർ ഒന്നും വാങ്ങണിയല്ലോ. ഓൾക്ക് ഇഷ്ടമല്ല വാങ്ങിക്കൊള്ളു. പൂമ്പാറ്റ എന്നതാ പറ പിടിച്ചു. നമുക്ക് പൂമ്പാറ്റ നോക്കാം. വരി ഇത് ഭയങ്കര ഭംഗിയുണ്ട്. മമ്മ അവിടെ നോക്കി, ഇത് ഭയങ്കര ഭംഗിയുണ്ട്. സിമ്പിളാണ്. ഒരു എടുത്ത ഡ്രസ്സിന്റെ ബാക്കി ലാഫേജ് എടുക്കാം. ബട്ടർഫ്ലൈ നോക്കാം. ഇത് രസല്ലേ? ഇത് ഭംഗിയില്ലേ? ഇത് ഭംഗിയില്ലേ? അവള് വാങ്ങിയ ഡ്രസ്സിന്റെ അത് ഭംഗിയില്ല. അതൊരു കളർ രസമില്ല, ഒരു എസ്തെറ്റിക് ഇല്ല. പൂമ്പാറ്റ നമുക്ക് ഇതാണ് വണ്ടി. വെറൈറ്റി ട്രൈ ചെയ്ത് നോക്ക്. വലുതാണ്, അതാണ് പ്രശ്നം. എന്താ അതിന്റെ പർപ്പിൾ താട്ടിയില് ഒരു വൈറ്റ് എടുത്താണ്. ഈ വൈറ്റ് എടുത്താണ്. ഓടോടെ നല്ല രസമുണ്ട്. ഇതതിന്റെ പർപ്പിൾ, ബട്ടർഫ്ലൈ പർപ്പിൾ വലുതാണടാ. ഇത് രസമുണ്ട്. ഇത് വലുതാണെന്നുള്ളൂ സംഭവം. അങ്ങനെ ഷോപ്പിൽ നമ്മൾ ഇവിടുത്തെ ഓരോന്ന് ചെക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് വന്നപ്പോഴേക്കും ഒന്ന് പറഞ്ഞ് ആൾ സെറ്റാക്കി നമ്മൾ സെലക്ട് ചെയ്തിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഇവിടെ ക്ലോസിങ് ടൈം ആയിട്ടുണ്ട്. നോമ്പിന് രാവിലെ 10 to 1 മണി വരെയാണ് ഇവിടെ ഒരു ക്ലോസിങ് ടൈം ഉണ്ടായിരുന്നത്. പക്ഷെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പുറത്ത് അത് ക്ലോസ് ചെയ്തപ്പോൾ പുറത്തൊന്ന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇക്ക ഷറഫയിൽ പോയിട്ടുണ്ടായിരുന്നു നമ്മളിവിടെ ആക്കിയിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കട പൂട്ടി, ചെറുതായിട്ട് കടന്നു പൂട്ടില്ലേ, ചെറുതായിട്ട്. എത്ര മണിക്കൂറിന്? 2-3 മണിക്കൂറിന്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇക്കയും ആങ്ങളും കൂടെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പിക്ക് ചെയ്തു. പിന്നെ അവിടെ കുറച്ച് ഏരിയകളൊക്കെ കാണാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോഴേക്കും അവിടെ ഷോപ്പ് ഓപ്പൺ ആവുമല്ലോ, പിന്നെ ഷർഫിലും ഒരുമിച്ച് പോകുമെന്നൊക്കെ വിചാരിച്ചൊക്കെ അങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ പോകുന്ന റൂട്ടിൽ ഉപ്പ നിന്നിട്ടുണ്ടായിരുന്ന
കട റൂം കാര്യങ്ങളൊക്കെ ഒന്ന് കാണാനുള്ളൊരാഗ്രഹമുണ്ട്. ആങ്ങളെ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പിന്നെ ഞാനൊരു പ്രാവശ്യം കൂടി കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഏരിയ ആണ് കേട്ടോ ഇത്. ഈ ഒരു സലൂണിൻ്റെ അപ്പുറത്ത് കാണുന്ന ഷോപ്പായിരുന്നു. ബൂഫിയാണ് കേട്ടോ. ഇപ്പോൾ നാട്ടിലിപ്പോൾ കുറച്ച് സെറ്റിലാണ്. ഇപ്പോൾ ഗൾഫൊക്കെ മതിയാക്കിയിട്ട് ഇപ്പോൾ അവിടെയാണ് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഉള്ള സമയത്താണ് ഒഴിവാക്കി പോയിട്ടുണ്ടായിരുന്നത്. ഇവിടെ തന്നെയാണ്, തൊട്ടടുത്ത് തന്നെയാണ് റൂമും വരുന്നത് കേട്ടോ. പിന്നെ ആ ഭാഗങ്ങളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ നിന്നിരുന്ന ഭാഗത്തേക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അസീസ് മാളിൻ്റെ ഓപ്പോസിറ്റ് ഫൈസലിയിലായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നിന്നിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏരിയയിലുള്ള വ്യൂസാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളെ റൂമും അന്നത്തെ അവിടുത്തെ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ഒന്നും കൂടെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ കണ്ട് ലാസ്റ്റ് ഷർഫയിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഈ പരിപാടികൾ കഴിഞ്ഞിട്ട് വേണം തിരിച്ച് ഷോബ്രിയിലേക്കായിട്ട് തന്നെ പോകാൻ. അപ്പോഴേക്കും സമയം ആവുമെന്ന് വിചാരിച്ച് കണ്ടാണ് നമ്മളിവിടെ ഷർഫയിൽ വന്നിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോഴേക്കും ഷോപ്പൊക്കെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. കുറച്ച് പച്ചക്കറിയൊക്കെ ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. മെയിനായിട്ട് നമ്മൾ മോൾ വന്നപ്പോൾ തേങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ചിരകി എടുക്കാൻ വേണ്ടിയിട്ട് മെഷീൻ വെച്ച് ചിരകി തരാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഫസ്റ്റ് തന്നെ. അപ്പോൾ വെള്ളമൊക്കെ ഒഴിവാക്കിയിട്ടായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇനി ആരും ആ ഒരു പരിപാടി ചെയ്യരുത്. നാട്ടിൽ നിന്ന് ആരെങ്കിലും സാധനം കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ, തേങ്ങ കൊണ്ടുവരുന്നവരുണ്ടെങ്കിൽ ഞാൻ വെള്ളം ഒഴിവാക്കിയിട്ട് കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വെള്ളമൊക്കെ ഒഴിവാക്കി. പക്ഷേ ഇവിടെ എത്തിയപ്പോഴേക്കും ഒരു ദിവസം ലേറ്റായിട്ടുണ്ടാവുമായിരുന്നു. അപ്പോഴേക്കും അതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സെപ്പറേറ്റ് നല്ല തേങ്ങ ഉണ്ടായിരുന്നു. ഈ കളറ് മാറിയ തേങ്ങ ഉണ്ടായിരുന്നു. സെപ്പറേറ്റ് ഞാൻ ചിരകിച്ചിട്ടാണ് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങി തേങ്ങയൊക്കെ ചിരകി വീണ്ടും നമ്മൾ ഷോബ്രിയിലോട്ട് പോവാണ് കേട്ടോ. അപ്പോഴേക്കും സമയം ഒരു മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് മുകളിലെ നിലയിലാണ് ലേഡീസിൻ്റെ ടോപ്സ്, അബായസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടുന്ന് 2 ടോപ്പ് എടുത്തു. പക്ഷേ നമ്മൾ വിചാരിച്ച ആ ഒരു ലെവലിലൊന്നുള്ള ടോപ്സും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. എന്നാലും ഒക്കെ ഒന്ന് സെലക്ട് ചെയ്ത് അങ്ങനെ നമ്മൾ അത് വാങ്ങിച്ചു. ഇനി മോൻക്ക് എടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മോൻ്റെയും കൂടി എടുത്തു കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇവിടുന്ന് പോകാൻ. നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ. ബോയ്സിനായാലും ഗേൾസിനൊക്കെ ആയാലും അടിപൊളി കളക്ഷനാണ് ഷോബ്രിയിലുള്ളത്. പറയാനില്ല, നല്ല കളർ കോമ്പിനേഷനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ്. സമയം 2 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ ഇന്ന് തീരെ ഉറക്കം കിട്ടാത്തൊരു ദിവസമാണ് കേട്ടോ. നോമ്പും പിന്നെ നമ്മൾ ഉറങ്ങുന്ന ഒരു സമയം ഉറക്കം കിട്ടാതെ ആകുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നല്ലോണം അന്നത്തെ ഒരു ദിവസം നമുക്ക് ഉണ്ടായിരുന്നു. ഇനി ഇതിൻ്റെ അന്നത്തും തലേന്നത്തും കൂടിയുള്ള വിശേഷങ്ങളാണ് ഞാനിന്ന് കാണിക്കുന്നത്. ഇപ്പം നൈറ്റ് ആയിട്ടുണ്ട്, നോമ്പൊക്കെ തുറന്നിട്ട് നൈറ്റ് ഒരു 9-10 മണിൻ്റെ ഉള്ളിൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങണം കേട്ടോ. നമ്മൾ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ ചിക്കൻ കറി, പിന്നെ ചക്ക തീരുമാനമാക്കാനുണ്ടായിരുന്നു കേട്ടോ. ചക്ക നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചക്ക കൂട്ടാനും പിന്നെ കുറച്ച് പൂളീഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബാക്കിയുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ ഒരാൾ വന്ന പാടം അങ്ങോട്ട് ഉറങ്ങിയതാണ് കേട്ടോ. പിന്നെ അവൾക്ക് ഉറക്ക് തീരണേ ഇല്ല, പറഞ്ഞിട്ട് കാര്യമില്ല, ഉറങ്ങുന്ന സമയം പോയതല്ലേ. അങ്ങനെ നമ്മളെല്ലാ പരിപാടികളൊക്കെ ഒന്ന് ഒതുക്കിയതിന് ശേഷം മൈലാഞ്ചി ഇടാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. മോളാണ് മൈലാഞ്ചി ഇട്ട് തരുന്നത്. മൈലാഞ്ചി ഇടലും എൻ്റെ ഉറക്കവും ഒരുമിച്ചായിരുന്നു കേട്ടോ. മോൾക്ക് ലാസ്റ്റ് ദേഷ്യം പിടിച്ച് അവൾ ഇട്ടിറണ്ട് പോയി. കാരണം മര്യാദക്ക് കയ്യൊന്ന് വെച്ചെടുക്കാനോ ഒന്നിനും പറ്റുന്നില്ല. ഞാൻ പകുതി ആയപ്പോഴേക്കും ഞാൻ ഉറക്കം തുടങ്ങി കേട്ടോ. പിന്നെ അതിനനുസരിച്ചായിരുന്നു എൻ്റെ മൈലാഞ്ചി ഇടലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ എണ്ണീറ്റ് ഒരു 2 മണിക്കൂറോളം അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്ത് ഇരുന്ന് അതിനുശേഷം നമ്മൾ പെരുന്നാളിൻ്റെ ഒരുക്കങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ടൈം നമ്മൾ പായസം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നുണ്ട്. റൂമിലുള്ള ആളുകൾക്കും നമുക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. പിന്നെ ഫുഡ് നമ്മൾ അതായത് ബിരിയാണി, റൈസ് ഐറ്റംസ് ഒന്നും ഞാനൊന്നും ഇവിടെ ഉണ്ടാക്കുന്നില്ല. അങ്ങനെ മോനൊക്കെ റെഡിയായി നല്ല പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് അവിടെ ചായ കുടിക്കുന്നുണ്ട്. പള്ളിയിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാൻ കേട്ടോ. സമയം നിസ്കാരത്തിൻ്റെ സമയം 6:20 എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരുത്തരിങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് ചൂടാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒഴിച്ചൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവർക്കുള്ളതും കൊണ്ടുപോകണം, നമുക്കുള്ളതും എടുത്ത് വെക്കണം. പള്ളി പിരിഞ്ഞ് വരുമ്പോഴേക്കും റെഡിയാക്കി എടുത്ത് വെക്കണം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഈദ്ഗാഹിന് പോകുന്ന ഒരു സീനാണ് കാണുന്നത്. ഇവിടെ തൊട്ട് അടുത്ത് തന്നെയാണ് പള്ളി വരുന്നത് കേട്ടോ. തൊട്ടടുത്ത് തന്നെ നിസ്കാരം നല്ലോണം നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കേൾക്കാനൊക്കെ പറ്റും കേട്ടോ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു സമയം നമുക്ക് പോകാൻ പറ്റിയില്ല. ഇൻഷാ അല്ലാഹ് വലിയ പെരുന്നാളിൻ്റെ സമയത്ത് ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. ഒരാഗ്രഹമുണ്ട്. സനൻ്റെ ന്യൂ മാക്സി പെരുന്നാൾക്ക് എന്താ അടിച്ചെടുത്താ നല്ലോണം ഉറങ്ങിയില്ലേ? ഇങ്ങോട്ടൊക്കെ
ഇത് ഇവിടെ തൊട്ടടുത്ത പള്ളിയിലുള്ള ഈദ്ഗാഹിൻ്റെ വീഡിയോ ആണ്. ജസ്റ്റ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് തന്നെ ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ നമ്മളൊക്കെ ഒന്ന് ഉറങ്ങി എണ്ണീറ്റിട്ട് അതിന് ശേഷമാണ് നമ്മൾ ഫുഡൊക്കെ വന്നിട്ടുള്ളത്. അപ്പം മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ, അടിപൊളി മട്ടൻ ബിരിയാണി ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഒന്നും കൂടെ ഒക്കെ ഉറങ്ങി. ഇതന്നെ നമ്മൾ പെരുന്നാൾ കേട്ടോ. ഇപ്പം നൈറ്റിൽ ഒരു ഉംറക്ക് പോവുകയാണ് മോള് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് മോളും ആങ്ങളെയൊക്കെ ഉംറക്ക് പോകുന്നത്. അപ്പോൾ ഇക്കും അവരുടെ കൂടെ പോകുന്നുണ്ട്. ഇക്ക തോഫ് ചെയ്യണം, ഉംറ എടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവർ യാത്ര അയക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ, അപ്പോൾ അതിൻ്റേതായ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാക്കി കൊടുക്കുകയാണ് കേട്ടോ. 10 മണി എന്തോ സമയത്തായിരുന്നു അവർ ഇവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. വലിയ ആങ്ങള റിയാദിൽ നിന്ന് ഉംറക്ക് വരുന്നുണ്ട്. പിന്നെ മദീനത്തൊക്കെ കുറച്ച് ദിവസമൊക്കെ എല്ലാവർക്കും കൂടി പോവാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അവന് റിയാദിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ പെരുന്നാളിൻ്റെ ലീവൊക്കെ കിട്ടിയപ്പോൾ അങ്ങനെ പോന്നിട്ടുള്ളതാണ്. അങ്ങനെ ആ ഒരു സമയം റിയാദിൽ നിന്ന് എത്തുന്ന ഒരു സമയം കണ്ടിട്ടാണ് ഇവർ ഇവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇതിലെ അന്നത്തെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.